ഏത് പബ്ബിൽ പോണു നീ? ഒരു പബ്ബിലും പോകണ്ട. കൂട്ടുകാരിയോ? ഏത് കൂട്ടുകാരി? പിന്നെ ഏത് അശ്വതി? ഞാൻ അറിയാത്ത അശ്വതി. സത്യം പറയട്ടെ, നീ കണ്ടവന്മാരുടെ കറങ്ങാൻ പോകല്ലേ? ഓ, ഞാൻ സംശയം പിടിച്ചാണ്ടത്. അല്ലെ ഞാൻ മൊത്തം വലിച്ചു തീർക്കും, പറഞ്ഞില്ലെന്ന് വേണ്ട. ഓ പിന്നെ ഞാൻ മാത്രം അങ്ങ് വലിയ വിശക്കുന്നടാ, നമുക്ക് മന്തി എന്നാ പോടാ. ഇവിടെ ഇരുന്ന് ഭ്രാന്ത് പിടിക്കുന്നടാ. അടങ്ങട പുല്ലന്മാരെ, ഇവിടെ മനുഷ്യനെ സമാധാനമായിട്ട് കണ്ടന്റ് ആലോചിക്കാൻ പോലും പറ്റില്ല. ഇൻഫ്ലുവൻസർ ലൈഫ് ഈസ് സോ ഹാർഡ്. അയ്യോ വിശക്കുന്നേ. ലേഡീസ് നൈറ്റ് ആണെങ്കിലും ജെന്റ്സ് നൈറ്റ് ആണെങ്കിലും നീ പോണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട, അത്രേ ഉള്ളൂ. പറഞ്ഞേട്ടല്ലോ. എന്തോ ലേഡീസ് നൈറ്റ് ഇതൊക്കെ പറയുന്നത്? അവക്കേ പബ്ബിൽ പോണോന്ന്. ലേഡീസ് നൈറ്റ് ആണ് പോലും. ഞാൻ സമ്മതിക്കോ? ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിന് എതിരല്ലേ? നല്ല ചൂട് ചപ്പാത്തി എടുത്തിട്ട് ചിക്കൻ കറിയിൽ മുക്കിയിട്ട് തിന്നലുണ്ട്. മച്ചാനെ, ലേഡീസ് നൈറ്റാ, പബ്ബ് പോയാലോ? അത് ശരിയാ, അവിടെ ആവുമ്പോ കുറച്ച് ചിക്സിനെ കാണാം. ഇവിടെ ഇരുന്ന് മടുത്ത് ചിപ്സ് സെറ്റ് ആക്കി താടാ. എടാ പൊട്ട, ചിപ്സ് അല്ല ചിക്സ്. ഡാൻസ് വിത്ത് ഡ്രങ്ക് ലേഡീസും. ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിന് എതിരല്ലേ? നീ നിന്റെ കാമുകിനെ എങ്ങനെ കൂട്ടിലിട്ട് വളർത്തിക്കോ? അവസാനം അവള് കൂടും ചാടി വല്ല എരയും തേടി അങ്ങ് പോവും. കിട്ടി, കണ്ടന്റ് ടൈറ്റിൽ കിട്ടി. ഒരു കോഴിക്കോടൻ അവിഹിതം. പോടാ, എന്റെ കൊച്ചു ഞാൻ പറയുന്നതിനപ്പുറം ചെയ്യത്തൊന്നുമില്ല. അവക്ക് എന്നെ ഭയങ്കര ഇഷ്ടം. എന്തേലാവട്ടെ, ഗെറ്റ് റെഡി ബോയ്സ്. എടാ, ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിന് എതിരല്ലടാ. സംസ്കാരത്തിന്റെ അണ്ടി എണീറ്റ് പോടേ. അണ്ടി കിട്ടും പബ്ബില് കുറിക്കാനേ. മിക്കവാറും പബ്ബിന്ന് അണ്ടി മൂച്ചേണ്ടി വരും. പബ്, ആണുങ്ങൾക്ക് ഈസി ആക്സസ് ടു ഡ്രങ്കൺ ലേഡീസ്. സാധാരണ ആൺപിള്ളേർക്ക് പെണ്ണ് സെറ്റാവാൻ ഇച്ചിരി പാടാ. പക്ഷെ പബ്ബില് മക്കളെ, ഇറ്റ്സ് സോ ഈസി. പെമ്പിള്ളേരുണ്ടാവണേ. അതെ, ഒന്ന് ചോദിക്കട്ടെ, ആരൊക്കെ മുമ്പ് പബ്ബിൽ വന്നിട്ടുണ്ട്? ഞാൻ വന്നിട്ടുണ്ട്. ആ സൂപ്പർ. അതെ, ആദ്യത്തെ ഒരു കള്ളുടിക്കാനൊക്കെ ഒരുപാട് കാശാ കിട്ടാ. എടാ, നമുക്ക് പുറത്തുനിന്ന് അടിച്ചിട്ട് കയറടാ. അളിയാ, നീ എന്താ മിച്ചർ വാങ്ങാൻ? നീ ഒന്ന് അടങ്ങടാ. വയറ് നിറച്ചു ഞാൻ ഫുഡ് അകത്തുനിന്ന് മേടിച്ചുതരാം. അകത്ത് വരെ എന്താ അവസ്ഥ? ആദ്യത്തെ ഒരു ഡാൻസ് കളിക്കണം, പെമ്പിള്ളേരെ സെറ്റ് ചെയ്യണം. അല്ലാണ്ട് എന്തോന്ന്? പിന്നെന്താ, പ്രാർത്ഥിക്കാനോ? നല്ല സൂപ്പർ കോമഡി. വാടാ പോയി കയറാ. വയറ് നിറച്ച് മേടിച്ചേ. എന്താ? എവിടെ പോണു? എവിടെ പോണു? സ്വാഗൻട്രി മാത്രമേ ഉള്ളൂ ഇന്ന് ലേഡീസ് നൈറ്റ്. ആളിയാ, ലേഡീസ് നൈറ്റ് ആയതുകൊണ്ട് സ്വാഗൻട്രി മാത്രമേ പറ്റത്തുള്ളൂ. കുറച്ച് സ്വാഗ് ഇട്ട് കേറിക്കോ. എങ്ങോട്ട് ചേട്ടാ, സ്വാഗ് ഇടുവാ. എന്താ സ്വാഗൻട്രി എന്നല്ലേ പറഞ്ഞേ? സ്വാഗ് കൂടി പോയോ? ഡേ ഒന്ന് ചുമ്മാ ഇരിയടേ. ചേട്ടാ, പെർ ഹെഡ് എത്ര? പെർ ഹെഡ് നമുക്ക് 1500 വരുന്നത്. അയ്യോ, 1500? 1500 × 4 6000 മുതലാവത്തില്ല. ചേട്ടാ, വേറെ വഴിയൊന്നുമില്ല അകത്തോട്ട് വരാൻ. കപ്പിൾ എൻട്രി ഫ്രീയാ, പക്ഷെ കപ്പിളുണ്ടോ? കപ്പലണ്ടി അളിയാ, കപ്പലണ്ടി ഫ്രീ ആണ്. അതെ ചേട്ടാ, ഞാനും യവനും കപ്പിളാ. അതപ്പാ മിണ്ടായിരടാ, നൈസിലകത്ത് കയറാം. നമ്മള് ഭയങ്കര കപ്പിളാ. ഒരു LGBTQ ബന്ധം. ഇവനൊക്കെ എവിടെ നിന്നേ പൊട്ടു മുളിച്ചു വരുന്നത്? കോഴിക്കോട്. എന്തെങ്കിലും ചെയ്യട്ടെ, കയറി വാ. ഒന്ന് മാറി ചേട്ടാ. അതേപോലെ പോവും. വാ. ഞാൻ കേച്ചെന്ന് പറഞ്ഞ പോലെ ഞാൻ കാലിനിടെ കേച്ചു നിന്നെ. വേണ്ട വേണ്ട, നമുക്കിത് പെമ്പിള്ളേര് വന്ന് അങ്ങനെ കയറാം. കപ്പിളാക്കാം. അതൊക്കെ വാ. നമ്മളോട് നടത്തു പറ്റുമോ പ്ലീസ്? കപ്പിൾ എൻട്രി ആണെങ്കിൽ ഫ്രീ ആയിട്ടാ. അകത്തെത്തിക്കാൻ ഞങ്ങൾ ഡൈവേഴ്സ് ചെയ്തോളാം, ഉറപ്പാ. പിന്നെ കുഴപ്പമൊന്നുമില്ല. താങ്ക്സ്. ID കാർഡ് രണ്ടുപേരും എന്താ സിംഗിൾ ആണോ? എടാ, കൊണ്ട് തൊലക്കാതെടാ. പിസ്സ മേടിച്ചു തരാം. പിസ്സ സെറ്റ്. പിസ്സ ബൈ ബ്രോ. ഇനി അവന്മാര് ശരിക്കും ഗേ ആണോ? അവന്മാരെ കാണാനില്ലല്ലോ. ശരിയാണല്ലോ, അവന്മാരെന്താ ഇതുവരെ ആയ സ്ഥിതിക്ക് ഒന്ന് അടിച്ചാലോ? ഇതുവരെ സ്ഥിതിക്ക് പാട് ചെറുക്കതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാ. അയ്യോ, നമ്മൾ അവസാനത്തി. അളിയ, നിങ്ങൾ എവിടെ ആയിരുന്നടാ? സൂപ്പർ പബ്ബ്. എന്റെ പൊന്നു മോനെ, എങ്ങനെയൊക്കെ രണ്ട് പെമ്പിളേരെ സെറ്റ് ചെയ്ത് കപ്പിൾ എൻട്രി കയറിയതാ. പെണ്ണ എവിടെ? നീ തന്റെ അനാവശ്യം പറഞ്ഞിട്ട് അവളെ പോയി നശിപ്പിച്ച്. പോടാ, ഞാനൊരു പെഗ് അടിച്ചാലോ ചോദിച്ചതാ. പബ്ബ് കയറിയിട്ട് പിന്നെ വേറെ ചോദിക്കാനാ? ഞാൻ കാണിച്ചാൽ എങ്ങനെ പെണ്ണെ സെറ്റ് ചെയ്യേണ്ടത്. എടാ, ഒരു മയത്തിലൊക്കെ നീ പടാ. ഞാൻ വലിച്ചിട്ട് വരത്തുള്ളൂ. ഞാൻ ഒന്ന് മുള്ളിട്ട് വരാം. മൂത്രമൊഴിക്കാനും പറഞ്ഞു ഇവനെന്താ പുറത്തേക്ക് പോകുന്നത്? ഇനി ടോയ്ലറ്റ് പുറത്തെങ്ങനെ ആയിരിക്കില്ലേ? അവൻ എങ്ങോട്ടെങ്കിലും പോട്ടെ, നിങ്ങൾ വാ, നമുക്കൊരു ലൈവ് ഇടാം. ഇട്ടാ ഞാൻ നിന്നെ കൊല്ലും. വാ, നമുക്ക് രണ്ടെണ്ണം. ഞാൻ പോയി സെറ്റ് ചെയ്യട്ടെ. ഈ ചേട്ടൻ എന്റെ കൈ കയറി പിടിച്ചു. നിന്നെന്താടാ ഡബ്ബർ വെച്ചോടെ? ആരാണ് നമ്മുടെ ചെറുക്കനെ തല്ലുന്നത്? നീ ആരടാ? അതിന് നീ ആരടാ? നമ്മള് ചേർക്കാൻ. നമ്മുടെ ചെറുക്കനാ. ഇവനെന്താ ചെയ്തോന്നറിയോ? അവനെന്താ ചെയ്ത്? അവൻ എന്ത് ചെയ്താലും നമ്മൾ പറഞ്ഞിട്ടാ. നീ ആരാടാ ചോദിക്കാൻ? അത് ശരി. സോറി, തല്ലല്ലേ ചേട്ടാ, അറിയാതെ പറ്റിപ്പോയതാ ചേട്ടാ, വെറുതെ വിടണേ. അറിയാതാണോ പെമ്പിളേർ കയറി പിടിക്കുന്നത്? ചേട്ടാ സോറി. നിനക്കൊക്കെ എന്നെ പോലെ തിന്നിട്ട് ശക്തി വെച്ചുവിട്രാ, അല്ലെങ്കിൽ ഈ മൈദമാവ് അടിച്ചു കുഴച്ച പോലെ ഉണ്ടാവും. കാലമാടാ, നീ എന്തിനാടാ ചിക്കന്റെ കാലം കയറി പിടിക്കാൻ പോയത്? നിനക്ക് വല്ല ചിക്കൻ കാലും കടിച്ച് പറിച്ചാ പോരെന്നോ? അയ്യോ, കാമപ്രാന്ത. ഈശ്വരാ,
അവന്റെ ആ ചവിട്ടിന് എന്റെ മണികണ്ഠനൊന്നും പറ്റിയിട്ടുണ്ടാവരുത്. മറ്റേ തെണ്ടിനെ ഇനി ഏത് കട്ടിന്റെ അടിയിൽ നിന്ന് പിടിച്ചു കൊണ്ടുവരുവോ ആവോ. എടാ റൂമിലോട്ട് കൊണ്ടുപോടാ. എടുക്കടാ പട്ടി ഈ വണ്ടി റൂമിലേക്ക്. അവന്റെ കോപ്പിലെ ലേഡീസ് നൈറ്റ് ഭാഗ്യം ലൈവ് ഇടാഞ്ഞ്. ഇല്ലേ ലൈവായിട്ട് ഇട്ടിക്കൊണ്ടിരുന്ന നാട്ടുകാർ മൊത്തം കണ്ടേനെ. ആരുടെ 18+ ആയി നിക്കുന്നേ? എന്താ മക്കളെ പബ്ബി പോയിട്ട് വല്ല പെൺതരിയും സെറ്റ് ആയോ? ഇടികൊണ്ട് ഉള്ള തരി പോവാഞ്ഞ ഭാഗ്യം. ആ, അപ്പൊ പോയ പണി നടന്നില്ല. അയ്യോ എന്നാ ഞാൻ ഒരെണ്ണം സെറ്റ് ചെയ്തേ. മോനെ വേണ്ട, ഉള്ള കോട്ടെന്നത് കഴിഞ്ഞു. മതി മതി. ചെലക്ലിയേ എന്താ ചേട്ടാ, ഞാൻ ഫ്രഷ് ആവുക. ഷെയറിംഗ് ഈസ് കെയറിംഗ് എന്നല്ലേ? എനിക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കെയർ ചെയ്തളിയാ. നീ ഇച്ചിരി മുന്നേ എന്താ പറഞ്ഞേ? അലിയ ഇവ കുറച്ചു മുമ്പ് കൂടി നിന്നെ തള്ളി പറഞ്ഞോളൂ. എനിക്ക് നിന്നെ 100% വിശ്വാസമുണ്ട്. വാ നമുക്ക് ഒരുമിച്ച് കയറാം. എന്റെ 1000 ഉറുപ്പ്യ ഉണ്ട്. എന്നെ ഫസ്റ്റ് കയറ്റാൻ പറ്റോ ഇല്ലയോ? അത് ബിസിനസ്. നിനക്കെവിടെ ഇത്ര കാശ്? എടാ ഞാൻ കോളേജിൽ അഡ്മിഷൻ കൊടുത്തതാണ് ക്യാമ്പസ് ബെൽ ത്രൂ. അവിടുന്ന് എനിക്ക് 50,000 രൂപ കമ്മീഷൻ കിട്ടി. 45,000 രൂപ അമ്മക്ക് ഞാൻ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും വാങ്ങിച്ചു കൊടുത്തു. ബാക്കി വന്ന മിച്ചം വെച്ച 5,000 രൂപ ഞാൻ മന്തിക്ക് വേണ്ടി വെച്ചാടാ വിശക്കുമ്പോൾ. അതിനാണ് 1000 രൂപ എടുത്ത് ഞാൻ ഇപ്പം കൊടുത്തത്. അളിയ എന്നാ എനിക്കൊരു 1000 രൂപ സെറ്റ് ആക്കി തരാം. നീ നേരിട്ട് ഇടപാട് നടത്തിയാൽ മതി ക്യാമ്പസ് ബെൽ ത്രൂ. അലിയ എന്റെ കയ്യിൽ ഒരു 50 ഉള്ളൂ, എന്നെ കൂടെ കേട്ടടാ. മോൻ എന്തോ വാഴപ്പണയിലോട്ടും കേറിക്കോ. എടാ ഞാനെന്താ കേറട്ടോ? അയ്യോ മോനെ, മോൻ വിർജിൻ ആണോ? അതേടാ. നിക്ക് നിക്ക്, കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് ഇതിനു മുമ്പേ. വെയിറ്റ്. ഒന്ന് മാറാ, ഞാൻ ഒന്ന് കാണട്ടെ. ഇവനെന്താ ഇറങ്ങാത്തെ? ഞാൻ ഒന്ന് പോയി നോക്കാല്ലേ. അതെ, അവ എനിക്ക് 1000 രൂപ. എന്തുവാണത്? ആദ്യത്തെ ചരിത്രം പോയേ. നീ അവളെ കൊന്നോടാ? ഇവനേതാ? ചേട്ടന്മാരൊന്ന് പുറത്തിറങ്ങിക്കേ. ഞാനും ഈ ചേട്ടനും കൂടെ കുറച്ചു നേരം സംസാരിച്ചിരിക്കാം. ചേട്ടന്മാര് മാറിക്കണം. നീ ഇവിടെയുള്ള കുലസ്ത്രീയോട് പോയി. അത് കുലസ്ത്രീ അല്ലേ? അത് കുലുള്ള സ്ത്രീയാണോ? കുലുള്ള സ്ത്രീ. എന്തുവാണ് ഇവിടെ ബഹളം? നീ എന്തിനാണ് ഇത് കരയുന്നേ? നീ ആരാ? എന്താണ് ഇവിടെ നടക്കുന്നത്? നീ എവിടെ പോവാ? ലേഡീസ് നൈറ്റോ? നമ്മളും ഇന്നലെ ഒരു ലേഡീസ് നൈറ്റ് പോയി ഒരാളെ പരിചയപ്പെട്ടായിരുന്നേ. അടുത്തവണ നമുക്ക് ഒരുമിച്ച് പോവാം. അവൻ ലേഡീസ് നൈറ്റ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നമുക്ക് പോയാലോ? നിനക്ക് കിട്ടിയൊന്ന് പോരെ? നമ്മൾ ആമ്പിളാരല്ലടാ, വള്ളി പിടിക്കുമ്പോഴൊരു സുഖം. എന്നാ ഓക്കെ, നമുക്ക് നോക്കാം.